ഉപ്പിട്ട് കയ്പിച്ച് വെച്ചിരിക്കുന്നു. ഏത് മൂദേവിയാണ് ഇതുണ്ടാക്കിയത്? അയ്യോ, അമ്മയ്ക്ക് പ്രഷർ ആയതുകൊണ്ട് ഉപ്പ് കുറവാണല്ലോ ഇട്ടത്. എന്നെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയതാ. നീ തന്നെ ഇരുന്ന് വെട്ടി വിഴുകിക്കോ. ഉപ്പധികയില്ലല്ലോ. നോ സോൾട്ട്. അമ്മായിയുടെ വായുടെ കുഴപ്പമാ. ശരീരത്തിൽ ഉപ്പ് കൂടുതലുള്ളതുകൊണ്ട് അത് കറിയുടെ ഉപ്പുമായി കൊളാബറേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് കൂടുതലായി തോന്നിയതാ. ഇതിനെ ഇംഗ്ലീഷിൽ സോൾട്ടോ മാനിയ എന്ന് പറയും. ഓ, ഒരു ഉപ്പും പുളിയും തിരിച്ചറിയുന്നു. മര്യാദയ്ക്ക് എവിടെ ഇരുന്ന് കഴിച്ചിട്ട് പോടാ. നീ ആ TV ഒന്ന് ഓഫ് ചെയ്തേ. TV കണ്ടുകൊണ്ട് ഊണ് കഴിക്കരുത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. അല്ലെങ്കിൽ തന്നെ മര്യാദയ്ക്ക് രണ്ടു വാക്ക് സംസാരിക്കാൻ പറ്റില്ല ഈ കുന്ത്രാണം കാരണം. അയ്യോ ഏട്ടത്തി, TV ഓഫ് ചെയ്യല്ലേ. ഇപ്പൊ എന്നെ കാണിക്കും ടിവിയിൽ. നിന്നെ കാണിക്കാനോ? നീ എന്താ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി വല്ലതും നിന്നെ കാണിക്കാൻ? 27 വയസ്സുള്ള ഗോപാലൻ എന്ന യുവാവിനെ കഴിഞ്ഞ 20-ാം തീയതി മുതൽ ചിറക്കിൽ നിന്നും കാണാതായിരിക്കുന്നു. 5 അടി 9 ഇഞ്ച് ഉയരം, കറുത്ത നിറം, നീണ്ട മുഖം, ഇടത്തെ കാൽമുട്ടിന് താഴെ ഇരുമ്പ് വടികൊണ്ട് അടിയേറ്റ പാട്. മലയാളവും ഇംഗ്ലീഷും സംസാരിക്കും. കണ്ടുകിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുവാൻ അപേക്ഷിക്കുന്നു. നിന്റെ ഫോട്ടോ TV വന്നല്ലോ, ഇനി നാട്ടിലേക്ക് പോക്കൂടെ? നോ നോ, ഞാൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോരുമ്പോ എന്റെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കളർ ഫോട്ടോയും മാറ്ററും TV കൊടുക്കാൻ എഴുതി വെച്ചിട്ടാണ് ഞാൻ പോന്നത്. അതിനു പകരം ഒരു ഉണങ്ങിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അവർ കൊടുത്തിരിക്കുന്നത്. കളർ ഫോട്ടോ വരാതെ ഞാൻ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. അപ്പൊ TV കളർ ഫോട്ടോ വരാൻ വേണ്ടിയാണോ നീ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുന്നത്? സത്യം പറഞ്ഞ അതൊരു കാരണമാണ്. നാളെ ഞാൻ സിനിമാ നടനാവുമ്പോൾ പ്രേക്ഷകർക്ക് റീകളക്ട് ചെയ്യാൻ ഈ ഫോട്ടോ ഉപകരിക്കുമല്ലോ. നാളെ തന്നെ ഇവന്റെ ഒരു കളർ ഫോട്ടോ TV കൊടുത്താൽ ലക്ഷക്കണക്കിന് രൂപ മോഷ്ടിച്ചിട്ട് മുങ്ങി നടക്കുന്നവനാണെന്ന് പറഞ്ഞു പോലീസുകാർ ഇടിച്ചവന്റെ അടവാൻ കിളക്കി. പോലീസുകാർ അടവാൻ കിളക്കിയാലും കളർ ഫോട്ടോ വന്നാൽ ഞാൻ അതിന് സമ്മതിക്കും. അടുത്തതായി യശശരീരനായ മേലെടുത്ത് മാധവൻ നായർ അവതരിപ്പിക്കുന്ന കഥകളി. കഥ കല്യാണ സൗകര്യം. അച്ഛന്റെ പേരല്ലേ പറഞ്ഞത്? അതെ, നിന്റെ അച്ഛൻ അവതരിപ്പിച്ച കഥകളി. ഇതെപ്പോ എടുത്ത? മരിക്കുന്നതിന് മുൻപ് ദൂരദർശൻ അവതരിപ്പിച്ച പരിപാടിയാ. മാധവൻ നായരുടെ ഭീമൻ പണ്ടേ ബഹുവിശേഷമാണ്. എന്താ അതിന്റെ ഒരു രൗദ്രഭാവം? ആ, ഇതാണ് ഉണ്ണിമായയുടെ അച്ഛന്റെ അരുമ ശിഷ്യൻ മൊല്ലാക്ക. മൊല്ലാക്കയോ? ഇയാളോ? ആ അതേന്ന്, ഒരു ജോനോ ചെറുക്കനാ. ഒരു അന്യ മതസ്ഥനെ കഥകളിയിൽ എടുത്തതിന് ആളുകൾ ഒരുപാട് ആശാനെ അധിക്ഷേപിച്ചിട്ടുണ്ട്. പിന്നെന്താ, ഒരു ആശ്രിതനെ പോലെ എപ്പോഴും ഇയാളാ ആശാന്റെ കുടുംബത്തിന് തുണയായി ഉണ്ടായിരുന്നു. വാസോട്ടൻ എന്താ ഊണ് പകുതിയാക്കിട്ട് പോകുന്നത്? നന്നായിട്ട് നിറഞ്ഞു വയറ്. എന്ത് വാസോട്ട ഇത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ആകെ കൂടി വീട്ടിൽ എന്നെ സ്നേഹിക്കാൻ വാസോട്ട് മാത്രമേ ഉള്ളൂ. ആ വാസോട്ടും കൂടി എങ്ങനെ പെരുമാറിയ? മൊല്ലാക്കാന്ന് കേട്ടപ്പോ ഒരു വയസ്സൻ കാക്കയാണെന്നാ ഞാൻ കരുതിയിരുന്നു. കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. ബാലേക്ക് നിന്റെ കൂടെ തുണ വന്നിരുന്നെന്ന് അറിഞ്ഞാൽ എനിക്ക് സഹിക്കൂ? അതാണോ കാര്യം? മൊല്ലാക്ക ഒരു ചെറുപ്പക്കാരനായി പോയത് എന്റെ തെറ്റാണോ? അച്ഛൻ കിടപ്പിലായപ്പോ സഹായത്തിനുണ്ടായിരുന്നത് ആമിനുമ്മയും അവരുടെ മകൻ മൊല്ലാക്കിയുമായിരുന്നു. അയാൾക്ക് ഞാനും ശ്രീകുട്ടിയും സ്വന്തം പെങ്ങന്മാരെ പോലെയാ. സത്യമാണ് ഞാൻ പറഞ്ഞത്. എന്ത് ഞാൻ സഹിക്കും. പക്ഷെ വാസുവേട്ടൻ എന്നെ സംശയിച്ച എനിക്ക് താങ്ങാനാവില്ല. ആര് പറഞ്ഞു നിന്നെ സംശയിച്ചെന്ന്? ഞാൻ ചുമ്മാ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. വാ എഴുന്നേറ്റേ, വല്ലാത്ത വിശപ്പ്. വാ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. വാ. ഇനി ഞാനൊരു ഉള്ള അല്ല, രണ്ടും കൂടി ഉണ്ണാപ്പിള്ള കളിക്കുന്നോ? പാതിരാത്രി ഉരുള ഉരുട്ടി വായ വെച്ചു കൊടുക്കാനും കൊഞ്ചിക്കാനും വേണ്ടിയായിരുന്നു ഊണ് കഴിക്കാതെ എഴുന്നേറ്റ് പോയത്. ഇവിടെ ഇതിനു മുമ്പ് പലരും കല്യാണം കഴിച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ നേരം കാലം നോക്കാതെ. കണ്ടില്ലേ തിന്ന പാത്രങ്ങൾ കിടക്കുന്നത്? ഈ പാത്രങ്ങൾ കഴിവെക്കുന്നത് തന്തവരോട് മിണ്ടരുത്. ഒരു പെങ്കോന്തം നടക്കുന്നു. എഴുന്നേറ്റ് പോടാ. ലോകത്താരും ചെയ്യാത്ത കാര്യമാണോ ഞങ്ങൾ ചെയ്തത്? ഭാര്യയും ഭർത്താവും കൂടി ഊണ് കഴിക്കുമ്പോൾ ഭാര്യ ഒരു ഉരുള ഭർത്താവിന്റെ വായി വെച്ച് കൊടുത്ത ആകാശം ഒന്നും ഇടിഞ്ഞു വീഴത്തില്ല. ഇതിലും വലുത് ഇവിടെ നടന്നിട്ട് അതൊന്നും കാണാൻ ഇവിടെ കണ്ണില്ല. അതെങ്ങനെയാ? സ്വന്തം മോളല്ലേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പോടിയത്ത്, നീ എന്താ കഥകളി കാണുന്നോ? അമ്മ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് താനിങ്ങനെ കരയാൻ തുടങ്ങിയാലോ? അമ്മയ്ക്ക് ഇതുപോലെ ഉരുള ഉരുട്ടി കൊടുക്കാൻ ആരും ഇല്ലാത്തതിന്റെ കുശുമ്പാ. താനൊരു ഉരുള തന്നെ. അമ്മേ,
ആഹാ, ഞാൻ വരുന്നതിന് മുമ്പേ ചായ റെഡിയായോ? വാസുട്ടൻ ഓഫീസിൽ നിന്ന് വരുമ്പോ തന്നെ ചായ മുന്നിലുണ്ടാവണമെന്നല്ലേ പറഞ്ഞിരുന്നേ? അത് ശരിയാ. അയ്യോ, ചായക്ക് എന്ത് മധുരമാ! നീ എന്നെ ഉടനെ ഒരു ഷുഗർ പേഷ്യന്റ് ആക്കാൻ പോവാണോ? ഇന്ന് മധുരം അധികം കഴിക്കേണ്ട ദിവസമാ, അതുകൊണ്ട് അറിഞ്ഞു തന്നെ ഇട്ടതാ ഞാൻ. എന്താ വിശേഷം? ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ദിവസമാ. വിലപ്പെട്ട ദിവസവും? അതെ, വാസുവേട്ടൻ ഒരച്ഛനാകാൻ പോവാ. നേരോ? ആ നെറ്റി കണ്ടോ? വാസുദേവന്റെ തനി രൂപം തന്നെ. വാസോടെ പോയി ചായ വാങ്ങാൻ പോയതാ. ഇവിടെ പാർക്ക ചായ. ഏതായാലും നമുക്കല്ല. എടാ അപ്പു, നീ കണക്ക് വല്ലോ നോക്കിയോ? എന്ത് കണക്ക്? എടാ മണ്ട, വാസുദേവന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത് 9-ാം മാസാ. ചിങ്ങം 4-നായിരുന്നല്ലേ അവന്റെ കല്യാണം. ചിങ്ങം തൊട്ട് ഇന്നേക്ക് ഇടവ് 9 വരെ 9 മാസം 2 ദിവസമല്ലേ ആയുള്ളൂ. നീ ഒന്ന് കൂട്ടി നോക്കിക്കേ. ഈ പറഞ്ഞ ശരിയാണല്ലോ. തൊലി വെളുത്ത പെണ്ണിനെ കെട്ടാൻ നടന്ന ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ആരെങ്കിലും പറഞ്ഞ ഈ കുടുംബത്തിൽ എന്ത് നാണക്കേടാ. അതെന്താ 9-ാം മാസം പെണ്ണുങ്ങൾ ആരും പ്രസവിക്കാറില്ലേ? പ്രസവിക്കും, പക്ഷേ കൊച്ചിന്റെ തന്ത വേറെ ആരെങ്കിലും ആയിരിക്കുന്നേ ഉള്ളൂ. ആ ചോര കുഞ്ഞിന്റെ മുഖത്ത് നോക്കി പിതൃത്വം നിശ്ചയിക്കാൻ നീ ആരാടി? അച്ഛന്റെയോ അച്ഛന്റെ അച്ഛന്റെയോ അമ്മയുടെയോ അമ്മുമ്മയുടെയോ അമ്മാവന്റെയോ ഒക്കെ ചായ ഉണ്ടാവും. മാത്രമല്ല, നീ വിചാരിക്കുന്ന പോലെ 10 മാസം തികഞ്ഞുകൊണ്ട് മാത്രമല്ല പെണ്ണുങ്ങൾ പ്രസവിക്കുന്നത്. 9 മാസമായാലും പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞുങ്ങളുണ്ടാവും. ഒരു സംശയം പറഞ്ഞു വെച്ച് അപ്പോട്ടിന് എന്തിനാ എന്നോട് ചൂടാവുന്നത്? അമ്മ പറഞ്ഞാൽ അത് മനസ്സിലാക്കാം. വയസ്സായി, ബുദ്ധിസ്ഥിരത കുറഞ്ഞുകൊണ്ടാണെന്ന് കരുതി ക്ഷമിക്കാം. കല്യാണം കഴിഞ്ഞ് പ്രസവിക്കാൻ കൂടി ഭാഗ്യമില്ലാത്ത നീ ഇല്ലാത്ത വർഷത്തിലെല്ലാം പറഞ്ഞൊരു പാവം പെണ്ണിനെ കണ്ണീര് കുടിപ്പിക്കരുത്. വാസുവിനാണെങ്കിൽ എന്തെങ്കിലും കേട്ടാ മതി. ഇനി ഇതുകൂടെ പറഞ്ഞ് അവന്റെ മനസ്സമാധാനം കളയണ്ട. നമ്മുടെ ഈ കറുത്തടുത്ത തറവാട്ടിലുള്ള ആരുടെ ഒരു ചായയില്ല കുട്ടിക്ക്. മേലെടുത്തുകാരുടെയും ചായയില്ല. പിന്നെ ആരുടെ മുഖമാണ് കുട്ടിക്കുള്ളതെന്നാ എന്റെ സംശയം. ഞാനും അതാ ആലോചിക്കുന്നത്. ആ ആട്ടക്കാരിയായി നടന്നല്ലേ. എന്നാലും എന്റെ വാസുവിന് ഈ ഗതി വന്നല്ലോ ഈശ്വര. നാണമില്ലല്ലോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ. എന്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞ് എന്റേതാണെന്ന് തെളിയിക്കാൻ അവള് തിളച്ച എണ്ണയിൽ കൈമുക്കി സത്യം ചെയ്യുകയോ അഗ്നിയിൽ ചാടി ശുദ്ധി വരുത്തുകയോ ചെയ്യേണ്ട കാര്യമില്ല. എടീ, എന്റെ കുഞ്ഞാണെന്ന് മറ്റാരെക്കാളും തറപ്പിച്ചു പറയാൻ എനിക്കേ കഴിയൂ. ഇത്രയ്ക്ക് തറപ്പിച്ച് പറയാൻ എങ്ങനെയാ കഴിയുക? അത് പച്ചയായിട്ട് ഞാൻ നിന്നോട് പറയണോ? നീയും കല്യാണം കഴിഞ്ഞ ഒരാളോടെ പൊറുക്കാൻ പോയതല്ലേ? നീ കന്യകയായിരുന്നു എന്ത് തെളിവാ കാണിച്ചു കൊടുത്തത്? നിർത്തടാ, സ്വന്തം കൂടപ്പുറപ്പിനെ പറ്റി പറയുന്ന കേട്ടില്ലേ അവൻ? ഇവളുടെ നായരും പറയുന്നതും ചെയ്യുന്നതും എല്ലാം ശരി. എന്നെ വിശ്വസിച്ച് അന്യ വീട്ടിൽ നിന്ന് വന്നവൾ ചെയ്യുന്നത് മഹാ അപരാധം. സ്വന്തം മകന്റെ ഭാര്യ പിഴച്ചവളാണെന്നും അന്യന്റെ കുഞ്ഞിനെ പ്രസവിച്ചവളാണെന്നും പറഞ്ഞാൽ ഞാൻ കേട്ടോണ്ട് നിൽക്കണം. അല്ലെങ്കിലും ആൺമക്കൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അന്ന് മുതൽ അമ്മമാർക്ക് അവർ ശത്രുക്കളാ. എന്റെ നേരെ നിന്നൊരു അക്ഷരം മിണ്ടാത്തവനാ. അവൾ എന്തോ ചെയ്ത് അവളുടെ ചെൽപ്പടിക്കാക്കിയിരിക്കുക. എന്താ എന്താ കിട്ടണേ മാവാ? സാവിത്രിയേട്ടത്തി ചോര എർത്തിച്ചു. ആശുപത്രിയിലാ. ഉണ്ണിമായയുടെ അമ്മ മരിച്ചിട്ട് ഇവിടെ നിന്ന് ആരും പോകാതിരുന്ന് വളരെ മോശമായി പോയി. മരുന്നും ചികിത്സയായി കഴിയുന്ന എനിക്ക് അത്ര ദൂരം വരെ യാത്ര ചെയ്യാൻ പറ്റില്ലെന്ന് അറിയില്ല നിനക്ക്? അമ്മ മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത്, വേറെ ആളുകളുണ്ടല്ലോ. ആരെങ്കിലും അറിഞ്ഞാത്തിന് എന്ത് മോശമാ. അത്രയ്ക്ക് സങ്കടമായിരുന്നെങ്കിൽ ചേട്ടൻ അങ്ങ് പോയിരുന്നില്ലേ? ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന തീർച്ചയായിട്ടും പോവായിരുന്നു. അപ്പോട്ട് പറയുന്നത് ശരിയാ. ഉണ്ണിമായുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലെന്ന് ചോദിച്ചാ അതിന്റെ കുറച്ചിൽ നമുക്കാ. ആര് പോയാലും പോയത് പോയി. അസുര വിത്തിന്റെ ജന്മത്തിന് ശേഷമാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഒരസുഖവും ഇല്ലാതെ ഓടി നടന്നിരുന്നവരല്ലേ അവര്. ആ രാമൻ കണിയാൻ കവടി നിരത്തി പറഞ്ഞതാ. കണിയാനും കണിയാത്തിയും പറഞ്ഞുകൊണ്ടൊന്നും അല്ല, ആയുസ് തീരുമ്പോ പോകും, അത്രേ ഉള്ളൂ. കുട്ടിയുടെ ജനനം പിതാവിനും മാതൃമാതാവിനും നന്നല്ല എന്നാ അയാള് പറഞ്ഞത്. മരിക്കുന്നതിലൊന്നും എനിക്ക് ഒരു പേടിയില്ല. നിന്റെയും മോളുടെയും കാര്യം ഓർക്കുമ്പോഴാ
പച്ചയ്ക്ക് കടിച്ചു കയറാൻ കാത്തിരിക്കുക എല്ലാരും. വാസുവേട്ടന് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവനോടുണ്ടാവില്ല. നീ വ്രതവും പ്രാർത്ഥനയൊക്കെ നടത്തുന്നു പറഞ്ഞിട്ട് പിന്നെന്തിനാ കരയുന്നത്? മാത്രമല്ല അമ്മയുടെ നിർബന്ധം കൊണ്ട് ദാ ഏലസം കിട്ടിയിട്ടുണ്ട്. ശ്രീകുട്ടിയെ തനിച്ചിവിടെ ആക്കിയിട്ട് പോകുന്നത് നമുക്ക് ആലോചിക്കാം. തൽക്കാലം നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഓ ഓ ഓ എടീ നിർമ്മലേ, വാസുദേവൻ എന്താടി ഭാര്യയുടെ അനിയത്തിയെ കൂടെ കല്യാണം കഴിച്ചോ? ഉള്ള കുട്ടി പരാതിനായിട്ട് വരണ കണ്ടില്ലേ? നീ ഇത് എന്തിന്റെ പുറപ്പാടാ? ഉറപ്പാണോ? നീ ഇവളുടെ അനിയത്തി കൊണ്ട് വിളിച്ചോണ്ട് വന്നത് ഇവിടെ സ്ഥിരമായി പൊറപ്പിക്കാനാണോ? സ്ഥിരമായിട്ട് വേണോ ടെമ്പററി ആയിട്ട് വേണോ തീരുമാനിച്ചിട്ടില്ല. എടാ നാണം കൊട്ടവനെ, ആ തള്ളയത്ത് പൊലവിളി കഴിഞ്ഞിട്ടില്ല. പ്രായമായ പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. പിന്നെ ഇവളെ അവിടെ ഒറ്റയ്ക്ക് നിർത്തണമെന്നാണോ അമ്മ പറയുന്നത്? ഒറ്റയ്ക്ക് നിർത്തണ്ട, ഇവിടെ ഇവൾക്ക് താമസിക്കാൻ വല്ല സൗകര്യമുണ്ടോ? ഉള്ള മുറിയിൽ എല്ലാരും കിടന്നോളൂ. എന്നാ നിന്റെയും ഭാര്യയുടെയും കൂടെ കിടത്തിക്കോ. പാർവതി മടിയിലും ഗംഗ ജടയിലും ആയിക്കോട്ടെ. എന്താ ഇതിന് മറുപടി പറയേണ്ടതെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷെ എന്നെ പ്രസവിച്ച അമ്മയായി പോയില്ലേ. നിങ്ങൾ വരൂ. നിങ്ങൾ രണ്ടാളും കൂടി ഇവിടെ കിടന്നു, ഞാൻ ഹാളിൽ കിടന്നോളാം. അയ്യോ അത് വേണ്ട. അത് സാരമില്ല, നാളെ നമുക്ക് വേറെ എന്തെങ്കിലും അറേഞ്ച്മെന്റ് ഉണ്ടാക്കാം. ഞാൻ കാരണം വാസുവേട്ടന് ബുദ്ധിമുട്ടായല്ലേ? ഇതാ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞത്. ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. ഭാര്യയും ഭർത്താവും കൂടി എന്നും ഒരു മുറിയിൽ തന്നെ കിടന്നുറങ്ങണമെന്ന് നിയമമൊന്നുമില്ല. വീട്ടിലെ സ്ഥല സൗകര്യങ്ങൾ അനുസരിച്ച് എല്ലാ മനുഷ്യരും അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. നിങ്ങൾ കിടന്നോളൂ. ഇനി ഇത് മതി ആ തള്ളയ്ക്ക്. ചേച്ചി എങ്ങനെയാ അവരുടെ കൂടെ പൊറുക്കുന്നത്? വാസുവേട്ടന്റെ സ്നേഹത്തിന് മുന്നില് എല്ലാം ഞാൻ മറക്കുക.